നമുക്ക് ഉലുവക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പം വീട്ടിലുള്ള പ്രായമായ ആളുകൾക്ക് ഉലുവക്കഞ്ഞി ഈ ടൈമിൽ, ഈ തണുപ്പും മഴയൊക്കെയുള്ള സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ബോഡി പെയിൻ ഉള്ള ആളുകൾക്ക് ഈ ഉലുവ വളരെ വേദന സംഹാരിയും കൂടിയാണ്. അത് ഉലുവ വെന്ത ചോറിൻ്റെ കൂടെ ഉലുവ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദഹനത്തിന് നല്ലതാണ്. ചോറ് കുറച്ചും കൂടെ ഒന്ന് വേവുകയും ചെയ്യും, ഉലുവയും വേവും. കുറച്ച് ഉപ്പും ഇട്ട് പൊടിക്ക് ജീരകവും ഇട്ടാൽ നല്ലതാണ് ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നതിന്. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ, കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉലുവയുടെ ഒരു ചുവയോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. അതിൽ കുറച്ച് ശർക്കര ചേർക്കാം. ഏലക്ക, തേങ്ങാപ്പാൽ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഏലക്ക ചേർക്കാം. അങ്ങനെയെല്ലാം ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് രോഗികളായ ആളുകൾക്ക്, നമ്മൾ ബോഡി പെയിനുള്ള, നടുവേദന, കൈ ജോയിൻറ്റ് പെയിന്, ബോഡി വേദനയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കാം. കണ്ടോ, ഇത് വെന്ത ചോറാണ്. ഇന്ന് വെച്ച ചോറിൽ നിന്ന് എനിക്ക് മാത്രമായിട്ട് മാറ്റി എടുത്ത കുറച്ച് ചോറാണത്. അതിലേക്ക് നമുക്ക് നനച്ച് കുതിർത്തി വെച്ച ഉലുവ ആ വെള്ളത്തോടു കൂടി അങ്ങോട്ടിടാം. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ചെറുജീരകം കൂടെ ഇടാം. ഉപ്പ് വെന്തതിന് ശേഷം മതി. ചോറ് കുറച്ചും കൂടി നന്നായി വേവുകയും ചെയ്യും, ദഹനത്തിന് നല്ലതാണ്. കണ്ടോ, കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അവിടെ നിന്ന് ഒന്ന് വിസിൽ ആവട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. കണ്ടോ, കുക്കർ അടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്കത് തുറക്കാം. കണ്ടോ, ആ ഉലുവയുടെ മണം നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ആവി അടിച്ചിട്ട്. വേണ്ട, ഇത് ഇങ്ങനെ നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് കാരണന്മാർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അവർക്ക് ശരീരം വേദനയുടേതായ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. ഇത് നെയ്യിട്ടാലും നല്ലതാണ് കേട്ടോ. ഈ ചൂടോടെ കഞ്ഞിയായിട്ട് കുടിക്കുമ്പോൾ ഒരിത്തിരി നെയ്യിട്ടാലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിക്കുക. ബോഡി പെയിനുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരോടും നന്ദിയാണ്. ഓക്കെ, താങ്ക് യു.